ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് വീഡിയോ. സോ ഇന്ന് നമ്മൾ ഒരു ട്യൂട്ടോറിയലല്ല, ഞാൻ തന്നെ ചെയ്തൊരു പേഴ്സണൽ പ്രൊജക്റ്റിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിതിൻ്റെ അകത്ത് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. സോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ ഈ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് ഫയൽസും പിന്നെ ഡാറ്റാസും അങ്ങനെയുള്ള റെഫറൻസും എല്ലാം തന്നെ നമ്മൾ പേട്രിയോണിൽ അവൈലബിൾ ആയിരിക്കും. സോ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഡൈവ് ഇൻ. ഞാൻ യൂട്യൂബിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ബ്ലെൻഡർ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം കിട്ടി. അതിൻ്റെ പേരാണ് ഹെറിറ്റേജ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സ്പെസിഫിക് സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്ന് അറിഞ്ഞൂടാ. സോ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നെ മോഡൽ ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് സ്കെച്ച് ഫാബിൽ നിന്ന് ഈ ആശാൻ അങ്ങോട്ട് ചാമ്പി. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന GLB ഫോർമാറ്റ് തന്നെയാണ് ഇതിലും ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഫറൻസ് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി പ്യുവർറഫ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചുമ്മാ വലിയ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഈ സാധനം ഓണാക്കുക, പിന്നെ നമ്മുടെ ഫോട്ടോ കണ്ടുപിടിക്കുക, ഡ്രാഗ് ചെയ്യുക, ഇടുക. പിന്നെ കുറച്ച് നേരം നമ്മുടെ റെഫറൻസിലൊക്കെ നോക്കി നിന്നതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തി നമ്മുടെ മോഡലിനെ നമ്മൾ ബ്ലെൻഡറിലോട്ട് ഇട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരുപാട് ആവശ്യമില്ലാത്ത അസറ്റ്സ് ഉണ്ടായിരുന്നു പീസസ് ആയിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമ്മളൊരു എംറ്റി ഇട്ടു. എംറ്റിയും ഈ നമ്മുടെ ഈ കാർ മോഡലുമായിട്ട് പാരൻ്റ് ചെയ്തു. സോ ഇനി നമുക്ക് നമ്മുടെ സീൻ ബിൽഡ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്യാമറ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഏകദേശം നമ്മുടെ റെഫറൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഒരു പ്ലെയിൻ അടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഒരു ബിൽഡിംഗ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഈ പ്ലെയിനോടൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞാനൊരു ക്യൂബ് ഇറക്കി. എന്നിട്ട് ക്യൂബ് നമ്മൾ ഏകദേശം അലൈൻ ചെയ്ത് ടയറുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് നമ്മൾ എന്നിട്ട് അതിനുശേഷം സ്കെയിൽ ചെയ്ത് അതിൻ്റെ ഒരു റൂമിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അത് അത്യാവശ്യം സെറ്റപ്പാക്കി. പിന്നെ ഞാൻ എൻ്റെ സീനൊന്ന് സോർട്ടാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹൈറ്റൊക്കെ റെഡി ആവുന്ന ഏകദേശം ആക്കി വെച്ചു. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹ്യൂമൻ മോഡൽ ആഡ് ചെയ്തു. അപ്പം ഹ്യൂമൻ മോഡലിൻ്റെ ഹൈറ്റ് ഇതിന് ഏകദേശം എനിക്കൊന്ന് 1.7 മീറ്റേഴ്സാണ്. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓവറോൾ സ്കെയിൽ എപ്പോഴും ഇതുപോലെ സോർട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കെയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും ലൈറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഈ സ്കെയിൽ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ മോഡലിനെ റെഫറൻസ് ആക്കി വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യൂബ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചാലും മതി. ഏകദേശം 1.7 മീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ക്യൂബ് ഇമ്പോർട്ട് ചെയ്ത് അത് റെഫറൻസ് ആക്കി വെച്ചാലും മതി. പിന്നെ എപ്പോഴും നിങ്ങൾ ഈ സ്കെയിലിൻ്റെ കേസ് ഞാൻ പറയാൻ കാരണം, നമ്മൾ എപ്പം എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ റിയൽ ലൈഫായിട്ട് റിലേറ്റബിൾ ആയിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഈ ഒരു സ്കെയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ഞാനൊരു ബിൽഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ആ ബിൽഡിങ്ങിന് എങ്ങനെ പോയാലും ഒരു 2-3 ആൾക്കാരുടെ ഹൈറ്റിൻ്റെ മുകളിൽ ഇതിൻ്റെ സീലിംഗ് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് 2-3 ആൾക്കാരുടെ ഹൈറ്റിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ട് വരത്തില്ല. ഉണ്ടാവാം, അങ്ങനത്തെ പ്ലേസസ് എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് നമുക്ക് അത്രയും ഹൈറ്റ് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നിങ്ങൾക്ക് 2 കോർണേഴ്സ് മുകളിൽ വിസിബിളാണ്. നേരത്തെ വിസിബിൾ അല്ലായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാണോ അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കി ഇട്ട് വേണം ഇനി ബാക്കി പരിപാടി തുടങ്ങാൻ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് സൈഡിലെ ബീമും കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ക്യൂബ് യൂസ് ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ ഏകദേശം നീട്ടിയൊക്കെ വെച്ചു. ഞാൻ ഒരുപാട് വേർട്ടെക്സിന് കൊടുക്കുന്നില്ല, എനിക്ക് ഒരുപാട് ലോഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ ചെയ്തു. പിന്നെ മേക്ക് ഷുവർ എല്ലാ സമയത്തും എല്ലാത്തിനും ബെവൽ ചെയ്യണം. ഒന്നിൻ്റെ എഡ്ജ് അത്ര ഷാർപ്പാവരുത്. പിന്നെ നമ്മൾ കുറച്ച് പില്ലേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പില്ലേഴ്സിന് വേണ്ടി നമ്മളൊരു ക്യൂബ് യൂസ് ചെയ്ത് അതിനൊക്കെ ബെവൽ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചു. പിന്നെ അത് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആരേ മോഡിഫയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ലോഡും കുറയും, ഒരുപാട് വേർട്ടിസസ് ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ അത് അത്രയും സെറ്റപ്പ് ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് വയറിങ് പൈപ്പ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സ്ഫിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാത്തിനും ഞാൻ മിനിമൽ വേർട്ടെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂപ്സ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ കുറച്ച്. അതിനെ തന്നെ നമ്മൾ വീണ്ടും അറേ മോഡിഫയർ ചെയ്ത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ റൂഫിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്റ്റഫ് ഉണ്ടല്ലോ, ആ സാധനം, പൈപ്പുകൾ റെഡ് കളറിലുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കർവ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഏകദേശം ഓക്കെ ആയിരുന്നു, എനിക്ക് വേണ്ട രീതിയിലൊക്കെ തന്നെ വന്നു. പക്ഷേ ഞാൻ അതിനോട് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്യണം. കാരണം ജസ്റ്റ് കുറച്ച് പൈപ്പ്സ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പി. പിന്നെ ഇതിൻ്റെ എനിക്ക് എക്സാക്ട്ലി ഞാൻ അത്ര നേരിട്ടൊന്നും ഈ സാധനം കണ്ടിട്ടില്ല. അതായത് അതിൻ്റെ മുകളിൽ ആ വെള്ളം സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ കുറേ ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പി
ഇതിൻ്റെ ഡാറ്റാസ് വല്ലതും കിട്ടുമോ നോക്കി, അങ്ങനെ പല സ്ഥലത്തും പോയി നോക്കി. പക്ഷേ എനിക്ക് എക്സാക്ട്ലി വേണ്ട സാധനം കിട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ച് റെഫറൻസൊക്കെ തപ്പി, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കി. അപ്പം എന്താ സംഭവം എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടി, ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ പിന്നെയും ബ്ലെൻഡറിലോട്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മത് ബ്ലെൻഡർ കിറ്റിൽ സാധനം കാണുമെന്ന്. അങ്ങനെ ബ്ലെൻഡർ കിറ്റിലുണ്ടായിരുന്നു സാധനം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചു. കാരണം അത് ഈ ഒരു കാറ് ഒരു മെറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് റെഫറൻസ് തപ്പി. 3D മോഡലൊന്നും എനിക്ക് വേണ്ടത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് റെഫറൻസ് ആക്കി എടുത്ത് വെച്ച ശേഷം ഞാൻ തന്നെ മോഡൽ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒരൊറ്റ ഫോട്ടോ എടുത്തുള്ളൂ. സാധാരണ റെഫറൻസിൽ കുറേ എണ്ണം എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഒറ്റെണ്ണം തന്നെ മതി, ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു ഫോട്ടോ എടുത്തതിനുള്ള കാരണം എനിക്ക് അതിൻ്റെ ഏകദേശം ഒരു അനാറ്റമി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ റെഫറൻസിലുള്ള പോലെ അവിടെ വലിയ കുഴിയൊന്നും ആക്കി ഇടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു. നമ്മൾ ഒരു സ്പിയർ എടുത്തിട്ട് 2 ഫേസും കളഞ്ഞ് കുറച്ച് എക്സ്ട്രൂഡൊക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളിതുപോലത്തെ കുറേ ഫേസസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ മാനുവലായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതിലെന്തോ ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ റാൻഡമൈസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെവിടെയും തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇതെന്നെ മതി എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ മാനുവലായിട്ട് സെലക്ട് ചെയ്ത് പൊന്തിച്ചും താത്തിയൊക്കെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ടൈപ്പായിട്ടുള്ള സാധനം കിട്ടി. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു ടെക്സ്ചർ ഇട്ടു, മെറ്റൽ ടെക്സ്ചർ ഇട്ടു. അപ്പം അത് ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ഓട്ട് ഇടണം. അവിടെ ഒരു ഓട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂളിയൻ മോഡിഫയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബൂളിയൻ മോഡിഫയർ എടുത്ത ശേഷം നമ്മൾ അവിടെ ഒരു നൈസായിട്ടൊരു തുള ഇട്ടു. എന്നിട്ട് ആ തുളേൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സാധനം മേലോട്ട് പൊന്തി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനതിൻ്റെ എംപ്റ്റി ആയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമും എല്ലാ സാധനങ്ങളും നമ്മൾ പാരൻ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ടെക്സ്ചറിങ്ങും ചെയ്തു. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് UV മാപ്പ് അൺറാപ്പ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നമ്മൾ ബ്ലെൻഡർ കിറ്റിൽ നിന്ന് തന്നെ എടുത്ത ടെക്സ്ചറാണ്. സോ ഏകദേശം ഈ ഒരു സെറ്റപ്പിൽ കിട്ടി. ഞാൻ പിന്നെ ഏകദേശം ഒന്ന് ലൈറ്റ് ചെയ്ത് നോക്കി. സീലിങ്ങിൽ നമ്മൾ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സ്ഫിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ചെയ്ത് വെച്ചതാണ്, ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റെഫറൻസിൽ കണ്ട പോലെ തന്നെ എക്സാക്റ്റ് സാധനം ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത് മതിയെന്ന് ഓക്കെ അടിച്ചു. അങ്ങനെ ഞാൻ ചെറിയൊരു ആനിമേഷനൊക്കെ കൊടുത്തു നോക്കി, അടിയിൽ നിന്ന് മേലോട്ട് പൊന്തി വരുന്ന രീതിയിൽ. സോ എവറിത്തിങ് വാസ് ലുക്കിംഗ് ഗുഡ്. പിന്നെ ആനിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പാടുപെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ആനിമേഷൻ കിട്ടിയില്ല. പിന്നെ കുറേ അതിനകത്തുള്ള എൻ്റെ പ്രീസെറ്റ്സൊക്കെ വെച്ച് ഞാൻ കുറച്ച് നോക്കി. പിന്നെ ഞാൻ കരുതി നമുക്കത് ലാസ്റ്റിലോട്ട് വെക്കാമെന്ന് കരുതി ഞാൻ ആനിമേഷൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഗ്യാരേജ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്കിങ്ങനെ ഗ്യാരേജ് എംപ്റ്റി ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മൂഡില്ല, ഒരു ഇമോഷനില്ല. സോ നമ്മൾ കുറേ പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നോക്കി. ആക്രിക് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറേ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ പില്ലേഴ്സിന് ടെക്സ്ചേഴ്സ് കൊടുത്തു. പിന്നെ കുറച്ചൊരു ഗ്യാരേജ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് കാർ മോഡൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ കാർ മോഡൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സോഴ്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തു. അത്രയും ചെയ്തപ്പോൾ തന്നെ ഇതിനൊരു ഗ്യാരേജിൻ്റെ ലുക്ക് വന്നു. ഇനി ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അത് നമുക്ക് എൻഡിലോട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ഫ്രെയിം ബാക്കിലൊരു ഫോട്ടോ ഒക്കെ വെച്ചു. ഐ ഡോണ്ട് നോ ഞാൻ എന്തിനാണ് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിക്ക് ഈ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പാനിക് സിറ്റുവേഷനിലുള്ളൊരു സീനായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുക്കാം. റെഡ് എപ്പോഴും പാനിക്കിൻ്റെ ഇതിനെയാണല്ലോ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈ പോലീസിൻ്റെ ജീപ്പിൻ്റെ മുകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു ലൈറ്റ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ സ്പോട്ട് ലൈറ്റൊക്കെ വെച്ച് അതിനേക്ക് ഇരുത്തി ഞാൻ കറക്കിയൊക്കെ നോക്കി. പക്ഷേ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു സ്റ്റൈല് കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ തപ്പി ഇതിൻ്റെ ഏകദേശം ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ലൈറ്റല്ല തിരിയുന്നത്, വേറെ സാമാനമാണ് തിരിയുന്നത് മനസ്സിലായി. അപ്പം ഞാൻ ഒരു സ്പിയർ എടുത്തു. അതിനകത്തൊരു ചെറിയൊരു ഓട്ടോ ഇട്ടു. എന്നിട്ട് അതിനെ ഒരു ഡ്രൈവർ കൊടുത്ത് അതിനെ നമ്മൾ ആനിമേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറിയൊരു പോയിൻ്റ് ലൈറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് കളർ റെഡൊക്കെ സെറ്റ് ചെയ്ത് അതിനെ അങ്ങ് ആനിമേഷനൊക്കെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തപ്പം നമുക്ക് ഏകദേശം ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ഒരു അലാറം ലൈറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലുള്ളൊരു ലൈറ്റ് കിട്ടി. അതൊക്കെ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം എനിക്ക് കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലൈറ്റ് സെറ്റപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത്.
അല്ലാതെ വേറെ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് തപ്പിയായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. എനിക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം, അതുകൊണ്ടാണ്. സോ അങ്ങനെ. സോ ഇതിൻ്റെ ഇടയിൽ നമ്മളതിൻ്റെ ആനിമേഷനൊക്കെ ഒന്ന് സോർട്ട് ചെയ്തു. ഏകദേശം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ആനിമേഷനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചു. അപ്പം അതത്രയതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള ക്ലോത്ത് സിമുലേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലോത്ത് സിമുലേഷൻ എന്ന് പറയുന്നത് ഇത് മറ്റേടത്തെ പരിപാടിയാണ്, ഭ്രാന്ത് പിടിക്കും. ഇത് ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം എടുത്തു ഇതൊന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ഒബ്ജക്റ്റ് കാർ മോഡൽസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുകളിൽ ഗ്ലിച്ച് വരാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും. അതാണ് ഇത്രയും സമയം എടുക്കാൻ കാരണം. അപ്പം ഗ്ലിച്ചൊക്കെ ഒഴിവാക്കി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. ആ പ്ലെയിൻ ആഡ് ചെയ്ത ശേഷം സംഭവം വർക്കായില്ല. അതിനുശേഷം ഞാൻ ഈ കാറിൻ്റെ ഒരു എക്സാക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അതിനെ നമ്മളെല്ലാം കൊണ്ട് ജോയിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരൊറ്റ മെഷാക്കി. ആ മെഷാക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ലോ പോളി വേർഷൻ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടാവും, ഒരുപാട് ഒരു ഡിലേ വരില്ല, ലാഗ് വരില്ല, ഗ്ലിച്ചസ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയിലായിട്ട് നമ്മൾ പോകുന്നത്. അതിനുശേഷം ആ പ്ലെയിനിന് നമ്മൾ സ്ട്രിങ് റാപ്പ് മോഡിഫയർ കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അപ്പോഴൊക്കെ ഇതുപോലെ ഗ്ലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കാണോ ഗ്ലിച്ച് വരുന്നത് അവിടെയൊക്കെ ഞാൻ കൊളീഷൻ പ്രോപ്പർട്ടീസ് ഉള്ള ഒബ്ജക്ട്സ് വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറെ വഴിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. സോ വേറെ വഴിയൊന്നുമില്ല, എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാലം ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഗ്ലിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കുറുക്കോഴി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുവിധം ഗ്ലിച്ചൊക്കെ കുറയും. സോ അങ്ങനെ ഒരുപാട് വഴികളിലൂടെയാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ നിങ്ങൾക്കൊരു എക്സ്റ്റെൻഡഡ് റിവ്യൂ ഇതിൻ്റെ ഒരു പ്രോപ്പർ എങ്ങനെ സിമുലേറ്റ് ചെയ്യാം, കാറിൽ എങ്ങനെ ക്ലോത്ത് ഇടാന്നുള്ള ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. ഈ യൂട്യൂബിൽ കണ്ടമാനം ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഒരെണ്ണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം ആരും ഇങ്ങനത്തെ ഈ ഗ്ലിച്ച് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് പറയുന്നില്ല. അവർ പറയുന്നത് കൂടുതൽ എന്താ പറയുക, സബ് ഡിവിഷൻ കൊടുക്കൂ, കൂടുതൽ വെർട്ടെക്സ് കയറ്റൂ. പക്ഷെ നമ്മൾ ഈ പലരും യൂസ് ചെയ്യുന്നത് ലോ ആൻഡ് PC ഒക്കെ ആയിരിക്കും. അതിലൊക്കെ ഇത് നടക്കുമോ? ഇല്ല. അപ്പം അങ്ങനത്തെ ഗ്ലിച്ച് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് നാക്സ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. സോ കമൻറ്റ് ബിലോ. ഇതിൽ ഓൾറെഡി ഒരുപാട് ഗ്ലിച്ചസ് വന്നു. ഗ്ലിച്ചസിൻ്റെ കളിയായിരുന്നു. പിന്നെ എൻ്റെ പൊന്നോ, ഈ സിമുലേഷൻ ചെയ്യുന്നത് ബേക്ക് ചെയ്ത് പണ്ടാറടങ്ങി. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും ഇതിനകത്ത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് താഴൊരു ഫ്ലോർ ഉണ്ടല്ലോ, മെറ്റലിൻ്റെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം അത് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ റെഡിയാവോ എന്നുള്ള ആലോചനയിലായിരുന്നു. പക്ഷേ അത് റെഡിയായില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കൊളീഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന സമയത്ത് അതിനെക്കാട്ടും ഗ്ലിച്ച്. അങ്ങനെ ഞാൻ പിന്നെ താഴെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബേസ് കുറച്ച് മേലോട്ട് ഉയർത്തി വെച്ചു. എന്നിട്ട് അതിനെ പിന്നെയും ബേക്ക് ചെയ്തു. പിന്നെ അതിനെ ബേക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കിയപ്പം ഏകദേശം ഗ്ലിച്ച് കുറഞ്ഞു. തീരെയില്ല എന്നല്ല, അത്യാവശ്യം ഗ്ലിച്ച് കുറഞ്ഞു. അപ്പം നമ്മളത് ഓക്കെ ആക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി ഞാൻ. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ സിമുലേഷൻ എനിക്ക് എപ്പോഴും വേണ്ട. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം, അതായത് ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ മോഡിഫയറിൽ പോവുക. എന്നിട്ട് അതിൻ്റെ മോഡിഫയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമുലേഷൻ ഉണ്ടാകത്തില്ല. ഈ സിമുലേഷൻ എങ്ങനെയായിരുന്നു വരുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ ഈ സാധനം നിൽക്കും. എല്ലാം കഴിഞ്ഞു എന്നുള്ള സമാധാനത്തിലിരുന്ന് ആനിമേഷനൊക്കെ തുടങ്ങി. ആനിമേഷനൊക്കെ ഫിനിഷ് ചെയ്തപ്പോഴാണ് ഒരു സാധനം കണ്ടത്. നമ്മുടെ ബാക്കിലുള്ള ക്ലോത്തും പിന്നെ നമ്മുടെ ബാക്കിലുള്ള വണ്ടിയുടെ ബാക്ക് സൈഡെല്ലാം ക്ലിപ്പാവുന്നുണ്ടായിരുന്നു ആ ഒരു റിങ്ങിൻ്റെ അകത്ത്, ആ ഒരു കുഴിക്കകത്ത്. അത് ഞാൻ മുമ്പിൽ ശ്രദ്ധിക്കണമായിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചില്ല. പക്ഷേ അപ്പോൾ അത് നമുക്കിപ്പം വല്ലാത്ത പണിയായി കിട്ടി. അപ്പം ഇതിലിനി എനിക്ക് റീബേക്ക് ചെയ്യാനുള്ളൊരു സമാധാനമോ പിന്നെ സിമുലേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിയോ ഒരു എനർജിയോ ഒന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മെല്ലെ കാറും നമ്മുടെ ക്ലോത്തും എല്ലാം കുറച്ച് മുന്നോട്ട് നീക്കി വെച്ച് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഹെഡ്ലൈറ്റും ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ നീക്കി വെച്ചു. പിന്നെ നോക്കിയപ്പം ഇപ്പോഴും ആ ചെറിയൊരു ഇഷ്യൂ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിലുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാറുണ്ടായിരുന്നു, അത് മെല്ലെ എടുത്ത് മുന്നോട്ടെടുത്ത് വെച്ച് അതിനെ അങ്ങ് മറച്ചു. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചെറിയ സാധനങ്ങൾ ചെയ്ത് അതൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ബെറ്റർ. നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്ത് പിന്നെ അത് റീമേക്ക് ചെയ്യുന്നതിനെക്കാട്ടും, അതായത് ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സാധനം റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം സമയം എനിക്ക് വേണം. എല്ലാം മൂവ് ചെയ്ത് അതിനെ ബേക്ക് തീരുന്നവരെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അപ്പം നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു സീനും ഭയങ്കര എംപ്റ്റി ഫീൽ അടിക്കത്തില്ല, അതും നല്ല ക്ലീൻ ആയിരിക്കും.
അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പം സെറ്റായി. പിന്നെ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ കാണാം നമുക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഡാർക്ക് ഷാഡോ ഒരു ലൈന് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കൊടുത്തേക്കുന്ന ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് ഒന്ന് കൂട്ടിയിടും. ആ റേഡിയസ് കൂട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഷാർപ്പ് ഷാഡോസൊക്കെ സോഫ്റ്റ് ആവും. അപ്പം അതത്രയും കഴിഞ്ഞു. പിന്നെ ഞാൻ ഏകദേശം കാറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ആ ഫ്ലോർ കുറച്ചുകൂടെ വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനൊരു നോയ്സ് ടെക്സ്ചറൊക്കെ ഇട്ടിട്ട് അതിനെ ഒരു ഇത്തിരി വെള്ളം നനഞ്ഞ് കിടക്കുന്ന ഒരു മൂഡിലോട്ട് എത്തിച്ചു. അപ്പോൾ അത് കൂടെ ചെയ്തപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്ററായി. സോ അത്രയൊക്കെ കൊടുത്തിട്ട് ചെയ്ത് പിന്നെ കുറച്ച് അസറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അലൈൻ ചെയ്ത് കുറച്ച് വേർഷൻസൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് നമുക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിലേക്ക് ഈ സാധനം വന്നു. സോ ഇത്രയും ചെയ്തപ്പോഴാണ് നമുക്ക് ഇതുപോലൊരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കറക്ഷനും റീറെൻഡറിങ്ങും ഗ്ലിച്ചിങ്ങും PC മെൽറ്റിങ്ങും അതിനെല്ലാത്തിനും ശേഷം ഫൈനലി എൻജോയ് ദ ഫൈനൽ ഔട്ട്പുട്ട്.